അപ്പം എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റുകളിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റുകളിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായോ? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കിച്ചുവിൻ്റെ വീഡിയോ ആണ് കണ്ടത്. അതായത് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അതായത് കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി കാണാൻ പോവാണ്, അപ്പം എന്താ പറയുക, വിഷമമുള്ള ആൾക്കാരുടെയൊക്കെ വിഷമം മാറട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഇട്ടത്. ആ വീഡിയോ ഇട്ടതിന് ശേഷം അവനെതിരെ വന്ന സൈബർ ബുള്ളിങ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ രേണു ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു സംഭവം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് 11 വയസ്സ് മുതൽ നോക്കിയ ഒരു മോൻ എന്നെ നോക്കാൻ വരുന്നില്ല, എന്നെ ഒരു പ്രാവശ്യം പോലും വന്ന് കണ്ടില്ല എന്നുള്ളൊരു സങ്കടവും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരിയുടെ ബ്ലോഗിലൂടെ പുള്ളിക്കാരി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴും ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ അവന് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പോയി കണ്ടിട്ടില്ലെങ്കിൽ അവന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്റ്റോറി പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടതും, അല്ലെങ്കിൽ അവനെ നോക്കാൻ പോലും ആരുമില്ലാതെ, അല്ലെങ്കിൽ ആ റൂമിലിരുന്ന് നമ്മൾക്ക് ചൈൽഡ്ഹുഡ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സോ അത് എൻ്റെ ലൈഫിൽ എനിക്കിപ്പോഴും അതിൻ്റെ പല പല കാര്യങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ട്. സോ അതിൽ നിന്ന് ഞാൻ തന്നെ ശ്രമിച്ചിട്ടും എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന എനിക്ക് നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ദോഷം വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു സാധനം നമുക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ പോയി കാണാനോ അല്ലെങ്കിൽ മിണ്ടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ കാണും. അത് കാരണം ഞാനത് നല്ല ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ പക്ഷെ കിച്ചു പോയി കണ്ടു, അവൻ്റെ അനിയനെ പോയി കാണുന്നുണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇവൻ കണ്ടില്ല, പോയില്ല, ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ രേണുവിന് അസുഖം വന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന ശത്രുക്കൾക്ക് പോലും അങ്ങനെ വരരുത്. ഇപ്പോൾ അവർക്ക് കുറേ വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി അവർ അടിപൊളിയായിട്ട് നടക്കട്ടെ. അത് ശത്രുക്കളാണെങ്കിൽ പോലും അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ രേണുവിനെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു സിറ്റുവേഷനിലും അവർ ഈ മകനെ
സൈബർ ബുള്ളിങ്ങിൽ തള്ളിവിടുക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് ഓർത്ത, അല്ലെങ്കിൽ അവരുടെ വ്ലോഗിൽ വന്ന് ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അവരുടെ വ്ലോഗിൽ അവർ പറയുന്നുണ്ട് 11 വയസ്സ് മുതൽ നോക്കിയൊരു മോൻ എനിക്കുണ്ട്, ആ മോൻ എന്നെ നോക്കുന്നില്ല എന്നുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണോ പറയേണ്ടത്? അവർക്ക് എന്തായാലും അവർ പറയുന്നുണ്ട് ഞാൻ ഇനി സുവിശേഷകയാകാൻ പോവാണ്. സോ അങ്ങനെയുള്ളവർ എന്താണ്, നമ്മളെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാകുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ കിച്ചുവിൻ്റെ അമ്മയാണ്, ഞാൻ അവൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ 11 വയസ്സ് മുതൽ ഞാൻ എടുത്ത് നോക്കുന്ന അവനെ ഞാൻ നോക്കിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു മകൻ ചെയ്യുന്ന തെറ്റ് നമുക്ക് ഉറപ്പായിട്ടും ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മകനൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അവനെ അവൻ എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ലോകത്തുള്ള ഒരു അമ്മമാരും വെയിറ്റ് ചെയ്യത്തില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ, എനിക്ക് നിന്നെ കാണണം, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്താ വരാത്തെ, എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ തീരുന്ന ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരുടെ ചാനലിലിട്ടിട്ട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ കാര്യം അതിപ്പോൾ അവർ ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും അവർ പറഞ്ഞത് വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഈ ആദ്യം കാണിച്ച വീഡിയോ ഉണ്ട്, അപ്പോൾ അതിനകത്ത് കിച്ചു ഒരാളുടെ വീഡിയോ എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യണേ. ആ വീഡിയോ കൊളാബ് ചെയ്തിട്ടേക്കുന്ന ആരുടെ അക്കൗണ്ടിലാണ്? രേണുവിൻ്റെയും കൂടെ അക്കൗണ്ടിൽ കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ രേണുവിന് പറയാനുള്ള കാര്യമാണ് അല്ലേ, പറയാതെ പറയുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോഴും ആ കുട്ടീനെ ദ്രോഹിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയി. കാരണം അങ്ങനെ ഒരു കൊളാബ് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇനി ഇവരെ തന്നെ നെഗറ്റീവ് പറയുന്നൊരു കാര്യം കൊളാബിൽ വന്നു കഴിഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഈവൻ ഋതപ്പനായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഋതപ്പനെ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ അവരത് വെളിയിൽ പറയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവർ അത്രയും ഒരു വാല്യൂ അല്ലെങ്കിൽ അത്രയും ഒരു സ്ഥാനം മാത്രമേ കിച്ചുവിന് കൊടുത്തിട്ടുള്ളൂ. അപ്പം അവരുടെ ചാനലിൽ കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈബർ ബുള്ളിങ് അവനെ ഏൽക്കുന്നെങ്കിൽ ഏറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ ആരും രേണുവിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ആൻഡ് ഓൾസോ നമ്മൾ ആ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നേരെ തിരിഞ്ഞു ഇത് പറയണമായിരുന്നോ എന്നുള്ളത്. കാരണം അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല അവരൊരിക്കലും അത് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിന് മുന്നേ ഉള്ള ഇവർക്ക് ഈ അസുഖമാണെന്ന് പറഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5, 6, 7, 10, 1 മില്യൺ ഒക്കെ വ്യൂസാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും റീച്ചിന് വേണ്ടിയല്ല അവരുടെ ചാനലിൽ വന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത്. അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഓഫ് കോഴ്സ് അത് തള്ളിവിടുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവൻ എന്താണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന നെഗറ്റീവ്സ് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ട്രിഗർ ആകും. ആ ഒരു ട്രിഗറിൻ്റെ പുറത്തായിരിക്കും വേണമെങ്കിൽ അവൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടും അവൻ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിരിക്കുന്നു. അവിടെ പോയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഋതപ്പൻ്റെ കൂടത്തിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അവന് വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പം പറഞ്ഞാൽ പോരാ, ഞാൻ കണ്ടു, എനിക്കത് ഫോട്ടോ ഇടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ അവൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇവന് ദേഷ്യം തോന്നാനുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നണം അല്ലേ? കാരണം സ്വന്തം അമ്മയുടെ വില, ഈ ഒരു വീഡിയോയിൽ ആ പുള്ളി പറയുന്നത് സ്വന്തം അമ്മയുടെ വില മനസ്സിലാക്കണം. കാരണം ഒരു സ്വന്തം അമ്മയുടെ വില ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാളും നല്ല രീതിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ് കിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2 വയസ്സിൽ അവൻ്റെ അമ്മ അവനെ ഇട്ടിട്ട് പോയി. പിന്നെ പല ആൾക്കാരാണ് അവനെ വളർത്തിയത്. എത്രയാണെന്ന് പറഞ്ഞാലും ആര് വന്നെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയ്ക്ക് തുല്യമാകത്തില്ല. അപ്പോൾ പല സിറ്റുവേഷനിലും അവൻ ചിന്തിച്ച് കാണുമായിരിക്കും, എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്നെ ആ മുറിയിൽ അവൻ പറയുന്നുണ്ട് അവിടെ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അവനോട് മിണ്ടുന്നത് പോലും. കാരണം അവൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ട്, എനിക്കതെടുത്ത് വെക്കാനൊന്നും വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഞാൻ ഷോയ്ക്കൊന്നും പോകുന്നതൊന്നും താല്പര്യമില്ല. അത് സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും അവിടെ തോന്നത്തില്ല. അപ്പോൾ അവന് ആ ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും അവൻ ചിന്തിച്ച് കാണുമായിരിക്കും, എൻ്റെ സ്വന്തം അമ്മയായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയുടെ വില അവൻ നല്ലപോലെ അറിയാം. കാരണം നമ്മളൊക്കെ പറയും
ഇപ്പം നമുക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ സ്നേഹം അനുഭവിച്ച് വളരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയുടെ വില നല്ലപോലെ അറിയില്ല. പക്ഷെ ഇവരില്ലാതെ വളരുന്നവരുണ്ടല്ലോ, ഇപ്പം അനിയന ചേട്ടൻ അല്ലെങ്കിൽ ആരെങ്കിലും, നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയത്തില്ലേ, അത് തന്നെ കാര്യം. നമുക്കില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവരുടെ വില അറിയാം. മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ള അമ്മമാർ സ്വന്തം മക്കളെ നോക്കുന്ന കാണുമ്പോൾ ഉറപ്പായിട്ടും അവനൊരു ഇത് ഉണ്ടാകും അല്ലേ. അവന് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറിയിൽ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ടാം അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ അത്രയ്ക്ക് സ്നേഹവും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇനി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേ എന്തൊക്കെയോ അറിയാമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കാൻ. ഇനി അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല. അത് അമ്മയും മകനും തമ്മിലുള്ള, കുട്ടിക്ക് ഇത്ര കഴിഞ്ഞ ദിവസം കുട്ടി ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പോയി കാണുന്നു എന്നുള്ള രീതിയിൽ, മറ്റുള്ളവർക്ക് സമാധാനമാവട്ടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ അവന്റെ അമ്മയെ കാണണമെന്നില്ലല്ലോ. എത്രയോ ആൾക്കാർ സ്വന്തം അമ്മമാര് മക്കളെ കൊന്നുകളയുന്നു. രണ്ടാനമ്മമാരുടെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു, രണ്ടാനച്ഛന്റെ മർദ്ദനം എന്ന് പറഞ്ഞ് കാണുന്നു, സ്വന്തം തള്ളയും തന്തയും കൊന്നുകളയുന്നു മക്കളെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ആ കുട്ടിയെ ഒന്ന് നുള്ളി നോവിക്കോ ഒരു വാക്കുകൊണ്ട് മോശമായിട്ട് പറയും. എനിക്കറിയാവുന്ന രേണു ചേച്ചി അങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്കറിയാവുന്ന രേണു ചേച്ചി എപ്പോ ആ കുട്ടി ചോദിച്ചാലും 10 പൈസ കൊടുക്കുന്ന രേണു ചേച്ചിയായിരുന്നു. അപ്പോ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തൊക്കെ ഇനി അവരെത്ര കൊള്ളത്തില്ലേലും അവര് അമ്മ തന്നെയാണ്. അമ്മ എന്ന് അവന്റെ 2ാം സ്ഥാനത്തിൽ, അവന്റെ അമ്മയ്ക്ക് ശേഷം അവന് അമ്മ എന്ന് പറഞ്ഞ് സൂചേട്ടൻ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അത് ഇന്നും അവന്റെ അമ്മ തന്നെയാണ്. അവൻ ഇപ്പൊ അത് മനസ്സിലാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടീന്റെ അമ്മ ഇല്ലാണ്ട സമയത്ത് ആ കുട്ടീന്റെ ലൈഫിലേക്ക്, സൂചേട്ടന്റെ ലൈഫിലേക്ക് വന്നതാണ് രേണു ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മ തന്നെയാണത്. വളരെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് പൈസയൊക്കെ അയച്ച, പൈസയാണോ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം? അല്ല, ഒരിക്കലും അല്ല. ഇപ്പം നമുക്ക് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വെറുതെക്കാരനാണെങ്കിൽ പോലും, വെറുതെക്കാരാണെങ്കിൽ തരത്തില്ല, ഇപ്പോൾ കുറച്ച് ബന്ധുക്കളൊക്കെ ആണെങ്കിലും നമ്മളൊരു 10 രൂപ ഇട്ട് തരുമോ ചോദിച്ചാൽ തരും അല്ലേ. ഒരമ്മ എന്ന് പറയുന്ന ഒരാൾ ചുമ്മാ അങ്ങനെ കൊടുക്കത്തില്ല. മോനെ എന്തിനാണ് പൈസ, എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ നീ എവിടെയാണ്, അതൊക്കെയാണ് ഒരു അമ്മയുടെ അടുത്തു നിന്ന് നമുക്ക് വേണ്ടത് അല്ലേ. അല്ലാതെ പൈസയുടെ ബന്ധം അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതല്ല ഒരു അമ്മ മക്കൾ തമ്മിലുള്ള ബന്ധമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുറേ എണ്ണങ്ങൾ ഇതുപോലെ ഒന്നും അറിയാതെ സപ്പോർട്ട് ചെയ്ത് അവനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്കിപ്പം എല്ലാവർക്കും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യാം. അതിനൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കിച്ചുവിനെ ഒരിക്കലും തള്ളിക്കളയുകയല്ല വേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു കിച്ചുവിൻ്റെ റെസ്പോൺസ് വീഡിയോ, ഞാൻ പോകാമെന്ന് പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാത്ത അതുകൊണ്ടാണ്. എന്താണ് അവിടെ സംഭവം? കാരണം ബിക്കോസ് അവൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. ഒരു മകനും ഒരു അമ്മയുടെ എന്താ പറയുക സബ്സ്ക്രിപ്ഷനിൽ വന്ന് രേണു കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും അത് പൈസയ്ക്ക് വേണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു മകന് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം എൻ്റെ ഒരു അമ്മ ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ അവളുടെ മോള, അങ്ങനെ ഒരാളെങ്കിലും മനസ്സിലോർക്കാതെ അല്ലെങ്കിൽ പറയാതെ ഇരിക്കുമോ? ആ ഒരു ടൈമിൽ അവൻ ഋതുവിനെ കുറിച്ചിട്ടാണ് അവൻ ആലോചിച്ചിട്ടുള്ളത്. അത് പറഞ്ഞ് അവൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. സോ രേണു അവിടെ കൊടുത്ത റിപ്ലൈ എന്താണ്? എനിക്ക് 2 ലക്ഷം 2.5 ലക്ഷം രൂപ അതിൽ നിന്ന് വരുന്നുണ്ട്. സോ എനിക്ക് പൈസയാണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ലാതെ എൻ്റെ മക്കൾ നാണം കെട്ടാലും അല്ലെങ്കിൽ വേറെ ആരും എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നു, കാരണം അവരെങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പം അവരെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെയല്ല. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരുപാട് സൈബർ ബുള്ളിങ്ങിലേക്ക് പോയൊരു വ്യക്തിയാണ്. അതുപോലെ അവരുടെ മകനെ, അതായത് കിച്ചു എന്ന് പറയുന്ന അവൻ ഇനി ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, കുറേ കാര്യങ്ങൾ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാരിരുന്ന് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇവൻ്റെ സ്വഭാവം എന്താണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് അവൻ അങ്ങനെ ആയിപ്പോയിട്ടുള്ളത്. കാരണം അവൻ അതിൽ നിന്ന് ഇപ്പം കഞ്ചാവും കള്ളും ഒക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞാലും അവൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. പലവരും എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സുകൊണ്ട് എനിക്ക് റിക്കവർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ റിക്കവർ ചെയ്ത് വന്നത് അല്ലേ. അങ്ങനെ വരാത്ത ആൾക്കാരും ഒരുപാടുണ്ട്. ഇവനാണെങ്കിൽ വഴിതെറ്റിപ്പോകേണ്ട എല്ലാ ഇതും ഉണ്ടായിട്ടും അവൻ അതിൽ പോയെങ്കിലും അവൻ അതിൽ നിന്ന് തിരിച്ചു കയറി വന്ന് ഇപ്പം സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും നല്ല രീതിയിൽ നല്ല പോസിറ്റിവിറ്റിയിൽ
പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ വീണ്ടും അവനെ ഇനി സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം രേണു ഇപ്പം ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വന്തം ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ വ്ളോഗിലൂടെ അവരിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ അത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ഇത് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കിച്ചുവിനെതിരെ സംസാരിക്കുന്നവരുടെ വീഡിയോസ് എന്തുകൊണ്ട് കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു, സബ്സ്ക്രിപ്ഷനിലെ വീഡിയോസ് കണ്ടിട്ട് കിച്ചു രേണുവിനൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ കിച്ചുവിന് രേണു കൊടുത്തിരുന്നു. അപ്പം ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കും. ഹലോ, ഞാനൊരു കാര്യം, അപ്പം കിച്ചു രേണുവിന് അയക്കുന്നതാണ്. ഹലോ, ഞാനൊരു കാര്യം പറയാൻ ആ മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെ ആണോ കാണിക്കേണ്ടത്? ബോസും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുവല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്ത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഫെയിം ഉള്ളേ, ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കെ. അത്രയ്ക്കും വിഷമം വന്നിട്ട് പറയുന്നേ. ഇതുവരെ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്. ഋതപ്പനും ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? അവന് ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കുമോ? അറിയാലോ, അതൊക്കെ ഒന്ന് അപ്പോൾ രേണു റിപ്ലൈ കൊടുത്തേക്കുക. അതിന് ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്നത് കാണിക്കാനാണ് പോയത്. അവൻ ഇട്ടിട്ടില്ല, അതിൻ്റെ അകത്ത് ഹൈഡായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു മെസ്സേജ് കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കിച്ചു എന്ന് പറയുന്നത്. നല്ല മെച്യൂരിറ്റി ഈ ഒരു മെസ്സേജിൽ തന്നെ കാണുന്നുണ്ട്. കാരണം അവൻ എപ്പോഴും അവൻ്റെ സ്നേഹം എന്നുള്ളത് അവനറിയാമെന്നുള്ളതാണ് ഈ ഒരു മെസ്സേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വില നല്ല രീതിക്ക് അറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ് കിച്ചു എന്ന് ഈ മെസ്സേജിൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആ കൊച്ചനിയനെ അവൻ അത്രയും കൺസേൺ ചെയ്യുന്നുണ്ട്. അവൻ്റെ കാര്യം പോലും അല്ല പറയുന്നത്. അതായത് ഋതപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ, ഇത് സ്വന്തം അമ്മയല്ലേ ചിന്തിക്കേണ്ടത്? അത് ഈ ഒരു ചേട്ടനാണോ ചിന്തിക്കേണ്ടത്? സ്വന്തം അമ്മയല്ലേ ചിന്തിക്കേണ്ടത് അല്ലേ? അപ്പോൾ തിരിച്ച് ഇതാണോ മറുപടി കൊടുക്കേണ്ടത്? ആണോ? പൈസ കിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എനിക്കത് കിട്ടും, അതാണോ കൊടുക്കുക? ലൈക്ക് ഗൈസ്, ഇതൊന്നും എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇങ്ങനെ കിടക്കുന്ന ഒരു ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഈ കിച്ചുവിനെ സൈബർ ബുള്ളിങ് വരാതിരിക്കുക, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, രേണുവിന് ഇത്രയും ആൾക്കാർ വന്നിട്ട് സൈബർ ബുള്ളി ചെയ്ത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയാണ് രേണു. എന്നിട്ട് രേണു എന്തുകൊണ്ടാണ് ഈ കിച്ചുവിനെ ഈ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കുന്നത്? സോ അത് നിങ്ങളുടെ മകനെ നിങ്ങൾ മകനായിട്ട് കാണുന്നതാണ് അല്ലേ? അപ്പം നിങ്ങളുടെ മകനെ, നിങ്ങൾ ആദ്യം നിങ്ങളെ അമ്മയെന്ന് വിളിച്ചൊരു മോനെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക. നിങ്ങൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കിച്ചു ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നന്നായി, അടിപൊളിയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും അധികം ആൾക്കാർ, കുറേ ഈ ശ്രീലക്ഷ്മിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ചുമ്മാ ഇങ്ങനെ കിടന്ന് കുറേ വീഡിയോസ് ഇട്ട് അവനുള്ള ദേഷ്യം കൂടെ ഇരട്ടിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുക. അത് രേണുവിനെ ഏതും പോരാത്ത രേണുവിനെ കൊളാബ് ചെയ്യുന്നു, അത് രേണു അക്സെപ്റ്റ് ചെയ്യാനും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. കാരണം രേണുവിൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും ഇപ്പം. പക്ഷേ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കുക. ഇപ്പം എല്ലാവരും നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് നിങ്ങൾ നല്ല ചിന്തിക്കുക, നല്ല ഇതിലേക്ക് പോവുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസുഖമൊക്കെ മാറി നിങ്ങൾ പഴയ പോലെ ആകുക, പഴയ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടുവരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അതോടൊപ്പം തന്നെ കിച്ചുവിനെ എയറിൽ കയറ്റാതിരിക്കുക. സോ പോസിറ്റീവായിട്ട് ജീവിക്കുക. സോ കിച്ചുവിൻ്റെ മെസ്സേജസിലാണെങ്കിലും നമുക്ക് അവൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിലൂടെ സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു.
സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.